ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടെസ്റ്റുകൾ. പുളിയും എരിവും എല്ലാം നല്ല പാകത്തിന് ഇട്ട് ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയുടെ റെസിപ്പി കൊണ്ടാണ് വന്നേക്കുന്നത്. സോ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല. കൂടാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ റെസിപ്പിയിലോട്ട് കടക്കാം. നമ്മുടെ ഈ ഒരു മീൻകറി തയ്യാറാക്കാൻ ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലൊരു 3 to 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവായും കൂടെ ചേർത്ത് അത് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കടുക് ഉലുവ എല്ലാം പൊട്ടിയതിന് ശേഷം ഞാനിവിടെ ഒരു 10-15 വെളുത്തുള്ളി തീരെ നൈസായിട്ട് ഞുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഓയിലിലോട്ട് ചേർത്തതിന് ശേഷം ഒരു മീഡിയം സൈസ് ഇഞ്ചിയും കൂടെ തീരെ നൈസായിട്ട് നീളത്തിൽ ഞാൻ ഞുറുക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊരു വെളുത്തുള്ളിയും ഇഞ്ചിയുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ വകയുടെ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 20 ചെറിയ ഉള്ളി തീരെ നൈസായിട്ട് ചോപ്പ് ചെയ്തും ഒരു പച്ചമുളക് നീളത്തിൽ ചോപ്പ് ചെയ്തും അതും കൂടെ നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളിയും ഇഞ്ചിയും എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നോക്കിക്കോളൂ, ഏകദേശം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മസാലകൾ ആഡ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലോട്ട് ഇനിയും ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എരിവ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തോളൂ കേട്ടോ. മുളക് പൊടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ആ ഒരു മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയും നന്നായിട്ട് ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ വഴറ്റിയെടുക്കുന്ന സമയത്ത് കരിവേപ്പില ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഈ സമയത്താണ് ആഡ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ മസാലകളുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 2 മീഡിയം സൈസ് തക്കാളിക്ക നന്നായിട്ട് ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ആഡ് ചെയ്ത് ഈ തക്കാളിക്കയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞ് വരുന്ന സമയം വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നോക്കിക്കോളൂ, എണ്ണയെല്ലാം തെളിഞ്ഞ് വന്ന് നന്നായിട്ട് തക്കാളിക്കയുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ കുടംപുളി നമ്മൾ വെള്ളത്തിൽ നേരത്തെ ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3 പീസോളം ഉണ്ട്. അതും കൂടെ ചേർത്ത് ഇതിലോട്ട് ആവശ്യ ഗ്രേവി അനുസരിച്ച് നമുക്ക് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ലൈറ്റായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ചേർക്കാം. ഞാനിവിടെ മോതയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ മത്തിയോ ഏത് മീനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് ഇതുപോലെ തന്നെ സെയിം രീതിയിൽ തന്നെ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. മീനെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ബോയിലായി വന്നിട്ടുണ്ട്. നമുക്ക് ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് മീൻ നന്നായിട്ടൊന്ന് വേകുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കാം. നോക്കിക്കോളൂ, നമ്മുടെ മീനെല്ലാം നന്നായിട്ട് കുക്കും ആയിട്ടുണ്ട്. നമ്മുടെ ആ ഗ്രേവി നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റും കൂടെ ലിഡ് ക്ലോസ് ചെയ്ത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം നോക്കിക്കോളൂ, പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മീൻകറി ഇവിടെ റെഡിയാണ്. വളരെ ടേസ്റ്റിയും സിമ്പിൾ മെത്തേഡിൽ വളരെ രുചികരമായ നമുക്ക് മീൻകറി ഈ ഒരു രീതിയിൽ തയ്യാറാക്കാം. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു മീൻകറി റെഡിയാക്കിയെടുക്കാം. നമ്മൾ അന്നത്തെ ദിവസം കഴിക്കേണ്ട പിറ്റേ ദിവസം കഴിക്കുമ്പോൾ ആ ഒരു മീൻകറിയുടെ ടേസ്റ്റ് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ആ ചട്ടിയിലിരിക്കുമ്പം ആ ചട്ടിയിലെ ചൂടും കൊണ്ട് കുറേ കൂടെ വെള്ളം വറ്റി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആ ഗ്രേവിയുടെയും ആ മീനിൻ്റെയും ഒക്കെ ടേസ്റ്റും പുളിയൊക്കെ ചേർന്ന് കഴിയുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടെസ്റ്റുകൾ ചാനൽ ഒന്ന് ഫോളോ ചെയ്യും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പി ഇങ്ങോട്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.